ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട സ്നേഹനിധിയായ അഭിമന്യ ജോസഫ് പുള്ളിക്കാപ്പറമ്പിൽ പിതാവേ, അഭിമന്യനായ ജോസഫ് കൊല്ലംപറമ്പിൽ പിതാവേ, പരാധിപതിയുടെ ഡോക്ടർ സെഞ്ചല്ലൂസ് മുൻസിഞ്ഞോർ കടത്തിൽ വികാരിമാരായ മലയപ്പറമ്പിൽ അച്ഛ, ഏത്താനന്ദച്ച, പണിയുടിക്കലച്ച, ഉണങ്ങാനൻ ഷ്രൈനിന്റെ ബഹുമാനപ്പെട്ട ഡോക്ടർ അഗസ്റ്റിൻ പരക്കാപ്പറമ്പിലച്ച, പള്ളിയുടെ വികാരി വലിയ ബഹുമാനപ്പെട്ട സക്കറിയാസ് മട്ടപ്പാട്ടച്ച, നമ്മളുടെ ബഹുമാന്യായ ആർച്ച് ബ്രീസ് വികാരി, മറ്റ് ഭവന വികാരിമാരെ, വൈദികരെ, സമർപ്പിതരെ, ായ സഹോദരങ്ങളെ, വാത്സല്യമുള്ള യുവതീവാക്കന്മാരെ, കൊച്ചുമക്കളെ, നമ്മുടെ പ്രാർത്ഥനയുടെ ഒരു കുടിവരവാണ് ഉദ്ദേശിച്ചത്. അത് അക്ഷരാർത്ഥത്തിൽ വലിയ ആത്മീയ നിറവോടെ നമുക്ക് നിറവേറ്റാനായിട്ട് സാധിച്ചു. ഇനി നമ്മൾ തുടർന്ന് അൽഫോൻസാമ്മയുടെ ഷ്രൈൻ പള്ളിയിലേക്ക് പ്രാർത്ഥിച്ചു പോവുകയും അവിടെ നിന്നാണ് നമ്മൾ വിരിഞ്ഞ വീട്ടിലേക്ക് പോകുന്നത്. ഞാൻ അധിക സമയമെടുക്കുന്നില്ല. ഈ കാര്യങ്ങളെല്ലാം നമുക്കറിയാം. അതിൻ്റെ ചരിത്രപരമായ കാര്യങ്ങളും മറ്റ് കോടതിപരമായ വൈയാമിക നീക്കങ്ങൾ അതൊന്നും ഇവിടെ സംസാര വിഷയം ആക്കുന്നില്ല. നമുക്കതിനുള്ള സമയവുമില്ല. നമ്മുടെ ഈ വലിയ വേദനാജനകമായ കാര്യത്തെ പ്രാർത്ഥിച്ച് അൽഫോൻസാമ്മയുടെ അടുത്ത് നമുക്കെത്താം എന്ന് ഇന്ന് രാവിലെ കച്ചേരിയിൽ ഞങ്ങൾ ആലോചിച്ച് നിശ്ചയിച്ചു. അതനുസരിച്ച് വേഗത്തിൽ അറിയിപ്പ് കൊടുത്തു. വലിയൊരു ജനസാഗരം ഇവിടെ എത്തി. നമ്മുടെ ഈ പള്ളിയിൽ ഇവിടെ എത്തിക്കഴിഞ്ഞ് ഈ മീറ്റിംഗിലേക്ക് തുടങ്ങുമ്പോഴും അൽഫോൻസ പള്ളിയുടെ വാതിൽക്കൽ നിന്ന് ആളുകൾ എവിടേക്ക് നീങ്ങി കഴിഞ്ഞിട്ടില്ല. അത്യപൂർവമായ ഒരു കുടിവരവാണ് ഈ ഷ്രൈനിലും പുരാതനമായ ഈ ദേവാലയത്തിലും നമ്മൾ കാണുന്നത്. രണ്ട് കന്യാസ്ത്രീകള് ഇന്ത്യയെ മുഴുവൻ ഇളക്കിയിരിക്കുകയാണ്. കേരളം പ്രാർത്ഥനാപൂർവം ഇളകി മറിഞ്ഞു കഴിഞ്ഞു. പലയും പൂർണ്ണമായിട്ട് ഇളകി. അതിന്റെ ഏറ്റവും വലിയ അടയാളമാണ് ഇവിടെ നമ്മൾ കാണുന്ന ഈ വലിയ ജനക്കൂട്ടം. ഇന്ന് ഈ ദിവസങ്ങളിൽ 4-5 ദിവസങ്ങളിൽ എല്ലാവരും തന്നെ നമ്മുടെ ഈ രാജ്യത്തുകൂടെ നടന്ന് ഈ ഒരു വലിയ സന്ദേശം എല്ലാവരെയും അറിയിക്കുകയാണ്. അവര് ഇപ്പോഴും 2 പേരും ജയിലിലാണ്. അവർക്ക് പുറത്തു വരാമെന്ന സാഹചര്യങ്ങൾ ഒന്നും ഇതുവരെയും ആയിട്ടില്ല. ജയിലിൽ കിടന്നുകൊണ്ട് സന്യാസം സഭയെ ഒന്നിപ്പിക്കുന്നു എന്ന വലിയ സന്ദേശമാണ് നമ്മൾ ഇതിൽ നിന്ന് ഗ്രഹിക്കേണ്ടത്. ഭരണഘടനയിലെ മൗലിക അവകാശങ്ങൾ ഒരു ഭരണകൂടത്തെ കൂടെ കൂടെ ഓർമ്മപ്പെടുത്തേണ്ടി വരുന്നത് പൗരന്മാരുടെ ദൗർഭാഗ്യമാണ്. എത്രയോ തവണ നമ്മുടെ ഭരണഘടന കീറി മുറിക്കപ്പെട്ടു. ഇത്രമാത്രം സർജറികൾക്ക് വിധേയമായ ഒരു ഭരണഘടന കാണുകയില്ല. അതതിന്റെ യുണീക്ക്നെസ് കൊണ്ടാണ്. വിട്ടുകളയാൻ പാടില്ലാത്ത മൂല്യങ്ങളെ അത് സംഭരിച്ച് വയ്ക്കുന്നത് കൊണ്ടാണ്. ആർട്ടിക്കിൾ 25 നൽകുന്ന മതസ്വാതന്ത്ര്യം ഇന്ത്യൻ സെക്യുലറിസത്തിന്റെ ആണിക്കല്ലാണ്. ഇന്ത്യൻ സെക്യുലറിസം കോൺസ്റ്റിറ്റ്യൂഷണൽ സെക്യുലറിസമാണ്. അതൊരു പൊളിറ്റിക്കൽ അറേഞ്ച്മെന്റാണ്. അതിലെല്ലാ മതവിഭാഗങ്ങളും
എല്ലാ ഭാഷാ വിഭാഗങ്ങളും ഉൾച്ചേർത്ത് വെച്ചിട്ടുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷൻ ഗ്യാരണ്ടീസ് ദ ഫണ്ടമെന്റൽ റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലിജിയൻ. ഇറ്റ് എൻകംപാസസ് various aspects related to freedom to profess, practice and to propagate faith and religion. നമുക്ക് നല്ല നിശ്ചയമുണ്ട് എല്ലാവർക്കും. സഭ നേരിട്ട് കക്ഷി രാഷ്ട്രീയത്തിൽ, പാർട്ടി പൊളിറ്റിക്സിൽ ഒരിക്കലും ഇടപെടുന്നില്ല. എന്നാൽ സഭയ്ക്ക് വ്യക്തമായ രാഷ്ട്രീയ നിലപാടുകളുണ്ട്. രാഷ്ട്രീയക്കാരാകാതെ രാഷ്ട്രീയക്കാരെയും രാഷ്ട്രത്തെയും പഠിപ്പിക്കാനുള്ള ധാർമ്മികമായ ഉത്തരവാദിത്വമാണ് നമുക്ക് ഉള്ളത്. ഇന്ത്യ എന്ന ഒരു വലിയ സാമ്രാജ്യത്തിന്റെ അടിസ്ഥാന നിലപാട് വ്യക്തമാക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് രാഷ്ട്രീയത്തെ നമ്മൾ ഇതുപോലെ കാണുന്നത്. മതസ്വാതന്ത്ര്യം തടയുന്നത് പെട്രോൾ ടാങ്കിന്റെ മുമ്പിൽ നിന്ന് തീപ്പെട്ടി ഉരയ്ക്കുന്നത് പോലെ അപകടകരമാണ്. നമുക്ക് ഈ രാജ്യത്തെ ഏതൊരു പൗരനും കോൺസ്റ്റിറ്റ്യൂഷൻ നൽകുന്ന അവകാശമാണത്. ഒരു തീവ്രവാദ സ്വഭാവത്തിനും കീഴ്പ്പെടാനായിട്ട് നമുക്ക് സാധ്യമല്ല. ഇന്ത്യ, ഭാരതം എന്ന ആശയത്തെയും ഇന്ത്യ എന്ന ആഴത്തെയും നമ്മൾ നല്ലവണ്ണം പഠിക്കുന്നവരാണ്. ഈ രാജ്യത്തിന്റെ സംസ്കൃതിയിൽ ഏറ്റവും നല്ല സംഭാവന നൽകുന്ന ആളുകളാണ് ഈശോയുടെ പേരിൽ അറിയപ്പെടുന്ന എല്ലാവരും. ഈ രണ്ട് ബഹുമാനപ്പെട്ട ഗ്രീൻ ഗാർഡൻ സിസ്റ്റേഴ്സ് ഈ വാദമായിട്ടാണ് ജയിലിലിരിക്കുന്നത്. എത്രയോ സൗമ്യമായിട്ടാണ്, ശാന്തമായിട്ടാണ് അവര് ജയിലിനുള്ളിൽ ഇരിക്കുന്നത്. ഒരു പരാതിയും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നില്ല, ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. ഈ രണ്ട് വാദം അവർ ധരിച്ചിട്ടുണ്ട്. ആത്യന്തികമായിട്ടത് ഈശോയാകുന്ന ആ വാളാണ്. മറ്റാർക്കും ജയിലിനുള്ളിൽ ഇത്ര ശാന്തതയോടെ പെരുമാറാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ലോകത്തെ അവർ പഠിപ്പിക്കുകയാണ്, ഭാരതത്തെ അവർ പഠിപ്പിക്കുകയാണ്. ഏത് പ്രതിസന്ധികളിലും സമചിത്തതയോടെ നമ്മുടെ പെരുമാറണം എന്ന് പഠിപ്പിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അത് രണ്ട് നല്ല പാഠപുസ്തകങ്ങളാണ്. ജീവിതത്തിൽ എത്രമാത്രം സങ്കടങ്ങള്, വേദനകള് അനുഭവിക്കുന്നവരാണ് നമ്മൾ. സെന്റ് അഗസ്റ്റിൻ ഒരിക്കൽ പറഞ്ഞു, നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഇതെല്ലാം ഉപേക്ഷിച്ച് പോകാൻ മേലെ എന്തിനാണ് ഈ ക്ലേശകരമായ വൈദിക ശുശ്രൂഷ, സമർപ്പിത ശുശ്രൂഷ, മേലധ്യക്ഷ ശുശ്രൂഷ? അഗസ്റ്റിൻ പറഞ്ഞത് ശരിയാണ്, പക്ഷേ സുവിശേഷം എന്നെ നിർബന്ധിക്കുന്നു. സുവിശേഷം എന്നെ നിർബന്ധിക്കുന്നു. അതാണ് അദ്ദേഹം കൊടുത്ത ഉത്തരവ്. ജയിലിലായിരിക്കുന്ന ഈ സഹോദരിമാരും നമ്മോട് സംസാരിക്കുന്നത് ഈ കാര്യം തന്നെയാണ്. സുവിശേഷം ഞങ്ങളെ നിർബന്ധിക്കുന്നുണ്ട്. ഈ സഹനം ഇതുപോലെ ഏറ്റെടുക്കണം, അത് ഇന്റഗ്രേറ്റ് ചെയ്യണം, അത് നമ്മുടെ ഉള്ളിൽ നമ്മൾ കൊണ്ടു നടക്കണം എന്ന് വലിയൊരു കാഴ്ചപ്പാട്, ഒരു തുറവി ഈ സംഭവം നമുക്ക് നൽകി. ക്രൈസ്തവര് ഈ രാജ്യത്ത് അംഗബലം കൊണ്ട് പവർഫുൾ അല്ലായിരിക്കാം, പക്ഷേ അവരുടെ മൂല്യങ്ങൾ കൊണ്ട് അവര് ഇൻഫ്ലുവൻഷ്യലാണ്. അതാണ് ഈ ദിവസങ്ങളിലെല്ലാം നമ്മൾ കാണുന്നത്. ലോകം മുഴുവനും ശ്രദ്ധിക്കുന്നത് എന്താണ്?
ഈ രാജ്യത്തുള്ള നമ്മളുടെ സമർപ്പിതരുടെ പ്രാധാന്യമാണ്. സമർപ്പിതർക്ക് സഭയിലും രാജ്യത്തുമുള്ള പ്രത്യേകതകളാണ്. അവർ ജയിലിലായിരിക്കുമ്പോഴും അവര് സുവിശേഷം പ്രസംഗിക്കുകയാണ്. ഇതാണ് നമ്മുടെ സഭയുടെ ആത്മാവ്. അതുകൊണ്ട് ജയിലിൽ കിടക്കുമ്പോഴും കോടതി നീതി തരുമെന്ന പ്രതീക്ഷയിലാണ് അവര് അവിടെ ആയിരിക്കുന്നത്. അത് സാമാന്യയുക്തി വെച്ച് നോക്കുമ്പോൾ നിഷേധിക്കപ്പെട്ടപ്പോഴും പെടുമ്പോഴും അതിനോടൊന്നും നിഷേധാത്മകമായ വാക്കുകൾ പറയാതെ അവരവിടെ ആയിരിക്കുകയാണ്. ജോൺ ക്രിസസ്റ്റോം പറഞ്ഞു, ദ പ്രിസൺ പൗലോസായിരുന്ന പ്രിസൺ, ദ പ്രിസൺ shook to disrupt the mindset of the faithless, to set the prison guard free to proclaim the word of God. നമ്മളുടെ മൈൻഡ് സെറ്റുകളെ, അതിന്റെ ഭിത്തികളെ വലിച്ച് താഴെയിടാനുള്ള വലിയൊരു അവസരം കൂടിയാണ് ഇവരുടെ ജയിൽവാസം. ഇവരനുഭവിക്കുന്ന വേദനകള്, ആ വേദനയിലാണ് യഥാർത്ഥ സുവിശേഷത്തിന്റെ അടിത്തറ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രണജ്ഞാനം അൽഫോൻസാമയെ കൊണ്ടും പുരാതനമായ ഈ ദേവാലയത്തിന്റെ പൈതൃകം കൊണ്ടും നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമാണ്. എത്രയോ ആയിരക്കണക്കിന് ആളുകൾ ഇപ്പോൾ തന്നെ ഈ പള്ളി അങ്കണത്തിൽ ഉണ്ട്. അമ്മ നമുക്ക് നൽകുന്ന വലിയൊരു പ്രൊട്ടക്ഷനാണ്. അമ്മ വഴി ഈ സഭയ്ക്ക്, ഈ രാജ്യത്തിന്, സാമ്പത്തിക സഭയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ദൈവാനുഗ്രഹങ്ങളുടെ ഒരു പ്രഘോഷണം കൂടിയാണ് ഇത്. നമ്മൾ തീവ്രമായിട്ട് പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ സഹോദരിമാർക്ക് വേണ്ടി. അവരുടെ സഹനങ്ങളിൽ അവര് ഈശോയെ ആഴത്തിൽ കാണുന്നുണ്ട്. അവരുടെ മോചനം നമ്മുടെ ലക്ഷ്യമാണ്. അവര് പുറത്തു വന്ന് കർത്താവിന്റെ ശുശ്രൂഷയിൽ വീണ്ടും ആഴപ്പെടും എന്ന് തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും വിചാരം. നമ്മുടെ വലിയ പിതാവ് കൂട്ടത്തിലുണ്ട്, എല്ലാവരുമുണ്ട്, കൊറോണ വികാരിമാരെല്ലാവരുമുണ്ട്. ഇവിടുത്തെ രണ്ട് വലിയ ശുശ്രൂഷകര്, പ്രത്യക്ഷനും വിയാരീശനും അവരുടെ സഹപ്രവർത്തകരും, നൂറുകണക്കിന് സമർപ്പിതര്, കൽമായര് എല്ലാം ഇവിടെയുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് നിശബ്ദതയിലായിരിക്കാൻ പറ്റില്ല. ഈ ഒരു വലിയ ജയിൽവാസം നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ കൊണ്ടു നടക്കണം. സമർപ്പിതര് മതേതര ഭാരതത്തിന് ആഴവും അർത്ഥവും നൽകുന്നവരാണ്. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ സമർപ്പിതരെ ലൈറ്റനിങ് അറസ്റ്റ്, ഇടിക്കമ്പി എന്നാണല്ലോ വിശേഷിപ്പിച്ചിരുന്നത്. ഇടിവെട്ടുന്നത് പിടിച്ചെടുത്ത് ആ കെട്ടിടത്തിനും ആളുകൾക്കും ഉപദ്രവം ഉണ്ടാകാതെ സംരക്ഷിക്കാനാണ് ലൈറ്റനിങ് അറസ്റ്റുകൾ. അതാണ് സന്യാസി, അതാണ് സമർപ്പിത ജീവിതം, അതാണ് പൗരോഹിത്യ ശുശ്രൂഷ. ഇന്ന് നമ്മളിവിടെ ഒന്നിക്കുമ്പോൾ നമ്മുടെ സഭയില്, നമ്മുടെ രാജ്യത്ത് സമർപ്പിത സഹോദരിമാരുടെ പ്രാധാന്യം ഒരിക്കലും നഷ്ടപ്പെടുത്താതെ നമുക്ക് ഹൃദയത്തിൽ സൂക്ഷിക്കാം. കന്യാസ്ത്രീകളുടെ ജയിൽവാസം അനിശ്ചിതമായി തുടർന്നാൽ കേരള ജനത ഡൽഹിയിൽ പാർലമെന്റിന്റെ മുമ്പിൽ ഒന്നിക്കും എന്നെനിക്ക് ഉറപ്പുണ്ട്.